ഇസ്ലാമിക പ്രഥമ രാഷ്ട്രമാണ്. ഒരു രാഷ്ട്രമെന്ന രീതിയിൽ അതിൻ്റെതായ ഭരണങ്ങളുണ്ടാകും, ശൈലികളുണ്ടാവും, വ്യവസ്ഥകളുണ്ടാകും. മദീനയുടെ രാഷ്ട്രപതിയാണ്, ഭരണാധികാരിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് മദീന സ്വന്തം ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതിനു ശേഷം മദീനയിൽ ഏകകണ്ഠമായി മദീനയുടെ ഭരണാധിപനായി ചുമതലയേറ്റ ശേഷം രാജ്യത്തിന്റെ അനിവാര്യമായ ഘട്ടമെന്ന രീതിയിൽ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പട്ടാളത്തെ ഒരുക്കിയിരുന്നു. ആ പട്ടാളം ചിലപ്പോൾ ബദറിൽ പോയിട്ടുണ്ടാകും. ഇപ്പൊ ഇന്ത്യൻ പട്ടാളം എവിടെയൊക്കെ പോകുന്നുണ്ട്, കാശ്മീരിൽ അവർ പോകുന്നുണ്ട്, ആവശ്യമാണ്. ലഡാക്കിൽ അവർ ചൈനയെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെ അതിർത്തികളിലൂടെ ഏത് നുഴഞ്ഞുകയറ്റക്കാരേത് രാജ്യക്കാരവരെ മതം നമുക്ക് പ്രശ്നമല്ല. അവരേത് രീതിയിലുള്ള മതക്കാരാണെങ്കിലും രാജ്യത്തിന്റെ വ്യവസ്ഥകൾ ലംഘിച്ച് അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് നുഴഞ്ഞു കയറിയാൽ ആ രാജ്യത്തിന്റെ പൗരന്മാരെന്ന നിലക്ക് ഈ രാജ്യത്തിന്റെ സുരക്ഷാഭടന്മാരായ പട്ടാളക്കാരുടെ കൂടെ നിന്നുകൊണ്ട് നാം ആ പട്ടാളക്കാരോട്, നമ്മുടെ രാജ്യത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയാണ് ഞങ്ങൾ ഉസ്താദുമാര് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വങ്ങൾ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും നമുക്ക് തരുന്ന നിർദ്ദേശം അതാണ്. നമ്മുടെ രാജ്യത്തിനോട് നമുക്കുള്ള ബന്ധം അങ്ങനെയാണ്. അതേ സമയത്ത് നമ്മുടെ ആദർശത്തിൽ ഒരു വിട്ടുവീഴ്ച അതിന് യാതൊരു ആവശ്യവും ഇവിടെയില്ല. പിന്നെയോ നമ്മുടെ ശത്രുക്കളാണെന്ന് തോന്നുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇസ്ലാമിനെ ശത്രുതയോടെ കാണുന്നവരുടെ മുമ്പിൽ നാം ആയുധം എടുത്തിറങ്ങേണ്ടവരല്ല. മറിച്ച് നമുക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ അതിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് വേണ്ടത്. ഏതായാലും ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഞാൻ പറയുന്നത് ഏതൊരു രാജ്യത്തിനും പട്ടാളക്കാരുണ്ടാകും. ഇസ്ലാമിക രാജ്യമായ മദീനയിൽ പട്ടാളക്കാർ അതിൽ ഒന്നാം നിരക്കാരായിരുന്നു ബദരീങ്ങൾ, അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. പല ഘട്ടങ്ങളിലായി ഇസ്ലാമിക പട്ടാളം യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചെറുത്തു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, പട്ടാളത്തിലൊരു സീറ്റ് തരുമോ? എന്നാൽ ഒരു കാര്യം പറയട്ടെ, ക്വാളിഫിക്കേഷന് വിഷയമല്ലായിരുന്നു. ഇന്നിപ്പോ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ പലതും നമ്മൾ പട്ടാളത്തിൽ കയറണമെങ്കിൽ ആവശ്യമാണ്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ ആ കാലഘട്ടം യുദ്ധക്കൊതിയന്മാരുടെ കാലഘട്ടവും കൂടെയാണ്. എല്ലാ ഭാഗത്തും യുദ്ധത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അപ്പോ ഓരോരുത്തരുടെയും മാനസിക നിലയനുസരിച്ചുകൊണ്ട് വ്യവസ്ഥാപിതമായ ഒരു ശൈലിയായിരുന്നു ഇസ്ലാം മുന്നോട്ട് വെച്ചത്. ആ നിലക്ക് പട്ടാളത്തിൽ അംഗത്വം കൊടുക്കുക എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്, ഇവിടെ മാനവികതയുടെ നിലനിൽപ്പിന്, ഇവിടെ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമായിരുന്നു. ഏതായാലും പലരും വന്നുകൊണ്ട് ചോദിക്കാറുണ്ട്, നബിയേ അതിൽ രക്തസാക്ഷികളായാൽ വലിയ പ്രതിഫലം കിട്ടുമെന്നല്ലേ, അതുകൊണ്ട് ഞാൻ അവിടുത്തെ പട്ടാളത്തിൽ അംഗമായിക്കൊള്ളട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിന്റെ വീട്ടിന്റെ കാര്യം എങ്ങനെയാ? നീ പട്ടാളത്തിലേക്ക് വരുന്നത് ശരി, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അപ്പൊ ഒരാൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ഉമ്മയുണ്ട്, പ്രായമുള്ള ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. മുത്തുനബി ചോദിച്ചില്ല അവര് നമ്മളിൽ പെട്ടവരാണോ അല്ല മറ്റ് മതക്കാരാണോ എന്നൊന്നും ചോദിച്ചില്ല. പൊയ്ക്കോ, നീ ജിഹാദ്, നീ പട്ടാളത്തിൽ വരുന്നതിനേക്കാളും നിനക്ക് ഏറ്റവും പ്രതിഫലമുള്ളത് ആ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാൻ. സഹോദരങ്ങളെ, ലോക ചരിത്രങ്ങളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ നദീതീരങ്ങളിലൂടെ കടൽ കാക്കകളായി പാറിപ്പറന്നെത്തിയ റോമാ സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനുമുണ്ട് ഇതുപോലെയുള്ളൊരു അനുഭവം പറയാൻ. ഖാദിസിയ പോരാട്ടത്തിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് കരഞ്ഞ് 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 തളർന്നുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറയുന്ന പരാതി എന്താണെന്നറിയുമോ? ഹബീബായ നബിയേ,
അങ്ങ് പലപ്പോഴായി മാതാപിതാക്കളോടുള്ള കടമ പഠിപ്പിക്കാറുണ്ട്. അവിടുത്തെ ശിഷ്യനാണെന്ന നിലക്ക് എന്റെ മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ മുഴുവനും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞാനിപ്പോൾ വലിയൊരു മാനസിക പീഡനത്തിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചെന്താണ് സഅദേ നിന്റെ പ്രശ്നം? മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ, അവിശ്വാസിയാണ് എന്റെ ഉമ്മ എന്നവിടത്തേക്ക് അറിയുമല്ലോ. എന്നാലും ഇതുവരെയും ഞങ്ങൾ പല രീതിയിലും അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ലാ ഇക്റാഹ ഫിദ്ദീന്, ദീനിൽ ഒരു ബലപ്രയോഗമില്ലല്ലോ. ആരെയും ബലം പ്രയോഗിച്ചു കൊണ്ടുവരുന്ന ഏർപ്പാട് ഇസ്ലാമിലില്ലല്ലോ. അവരുടേതായ നിലപാടിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് ആ കൾച്ചറിലൂടെ മുന്നോട്ട് പോകുമ്പോ അതിൽ ആകൃഷ്ടരായി ആര് വരുന്നെങ്കിലും, സ്വയ ഇഷ്ടപ്രകാരം ആർക്ക് വരുന്നെങ്കിലും ഈ മതത്തിന്റെ വാതിൽ തുറന്നിട്ട് കിടക്കുകയാണല്ലോ. ആ നിലക്ക് സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ ഉമ്മക്ക് സേവനം ചെയ്ത് അവസാനം പലപ്പോഴും ഉമ്മ സഅദിനോട് പറയും, മോനെ, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാണ്, നീയാണ് എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അത്യാവശ്യം നിഅമത്തുള്ള കുടുംബമാണ്, അതുകൊണ്ട് സഅദേ ഉപ്പ ജീവിച്ചിരിപ്പില്ലല്ലോ, അതുകൊണ്ട് നീ എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നവനാണ്. അതേ സമയത്ത് നീ ഒരു നിമിഷം ഇവിടെ ഇല്ലാതായാൽ പിന്നെ ഞാൻ ജീവിക്കില്ല. അതുകൊണ്ട് സഅദേ, നിന്നോട് ഞാനൊരു ഉമ്മ എന്ന നിലക്ക് പറയട്ടെ, നീ ഇന്നു മുതൽ നീ മുസ്ലിം എന്ന് പറയാൻ പാടില്ല. നീ എന്താകാൻ പാടില്ല? ഇസ്ലാമെന്ന് രാജിവെക്കണമെന്ന് അതിന്റെ അർത്ഥം. ഇസ്ലാമെന്ന് നീ രാജിവെക്കണമെന്ന് പറഞ്ഞു ഉപദേശിക്കുകയാണ് നബിയെ. എല്ലാം സഹിക്കും, പക്ഷെ അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഉമ്മ അങ്ങനെയൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, നീ ഉമ്മാക്ക് ചെയ്യേണ്ട സേവനങ്ങൾ ചെയ്തു, ഉമ്മക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ തിരിച്ചു വീട്ടിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഉമ്മ ഇങ്ങനെ ഓരോ സമയത്തും പറഞ്ഞു അവസാനം ഉമ്മ പറയാണ്, നീ പിന്മാറാൻ തയ്യാറല്ലല്ലോ, നീ എത്ര സേവനം ചെയ്തിട്ടും കാര്യമില്ല, നീ പിന്മാറാൻ തയ്യാറല്ലല്ലോ. നീ പിന്മാറാൻ തയ്യാറല്ലെങ്കിൽ ഇനി നിന്നോട് പറയുന്നത്, ഇനി നിന്റെ സേവനം എനിക്ക് വേണ്ട, നിന്റെ കയ്യിൽ നിന്നൊരു തുള്ളി വെള്ളം എനിക്ക് വേണ്ട. വല്ലാത്ത വിഷമത്തിലായി പോയി, സങ്കടത്തിലായി പോയി. അപ്പോഴാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു നല്ലോണം ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ, ഞാനൊരു മുസ്ലിമായതിന്റെ പേരിൽ ഉമ്മക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഞാൻ എത്തിച്ചോ? ഉമ്മ, ഇതെന്റെയും നിങ്ങളുടെയും ആഖിറത്തിന്റെ പ്രശ്നമാണ്. ഈ ഭൗതികമായ ജീവിതമെന്ന് പറയുന്നത് നശിച്ചു പോകാനുള്ള ജീവിതമാണ്, മരണാനന്തരമുള്ള ജീവിതമാണ് ഉമ്മ നമുക്ക് യഥാർത്ഥ ജീവിതമുള്ളത്. അതുകൊണ്ടൊരിക്കലും ഉമ്മ അതിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്തല്ലേ. ഏത് വിഷയം വന്നാലും ഉമ്മ എന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാതിരുന്നാൽ, എന്റെ സേവനം വേണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്കും സഹിക്കാൻ കഴിയില്ല. അവസാനം ചുരുക്കി പറഞ്ഞാൽ ഉമ്മ പറയുന്നു, ഇല്ല, ഇനി ഒരു രക്ഷയും ഇല്ല, നീ എനിക്കൊന്നും തരണ്ട, എന്നോട് നീ സംസാരിക്കണ്ട. ഉമ്മയും മകനും മാത്രമുള്ള വീടാണ്. ധാരാളം കുടുംബക്കാരുണ്ട്, പക്ഷെ താമസം ഇവര് മാത്രമാണ്. അങ്ങനെ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ പറയാണ്, നബിയെ, അവസാനം എന്റെ ഉമ്മ എന്നിൽ നിന്ന് വെള്ളം വാങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, നിരഹാരത്തിനൊരുങ്ങിയിരിക്കുകയാണ്. നിരഹാരമാണ്, ഒരൊറ്റ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല, ഒരേ കിടത്തമാണ് നബിയെ. എനിക്ക് കഴിയുന്ന ഭാഷയിലൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം നബിയെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്രയും പെട്ടെന്ന് ഉമ്മാന്റെ സമീപത്തെത്തണം, ഏതെങ്കിലും രീതിയിൽ ഉമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കണം. അവസാനം രക്ഷയില്ല, സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും തിരിച്ചു പോകുന്നു. ഉമ്മയുടെ കാല് തൊട്ട് കരയുകയാണ്, ഉമ്മ, ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ ഉമ്മയെ വിട്ടിട്ട് എവിടെയും പോകൂല, പക്ഷേ ഉമ്മ വെള്ളം കുടിക്കണം, ഈ പാല് കുടിക്കണം, ഭക്ഷണം കഴിക്കണം.
ദിവസങ്ങളൊന്നും 2 3 കഴിഞ്ഞ് പട്ടിണി കിടക്കുകയാണ് ഉമ്മ. അവസാനം ഉമ്മ തളരാൻ പോവുകയാണ്. ശരീരം മുഴുവനും അങ്ങതാ മെലിഞ്ഞൊട്ടുകയാണ്. വെള്ളം കുടിക്കാതെ എത്ര വരെ നിൽക്കാം? അവസാനം ആ ഉമ്മ സക്രാത്തിന്റെ ഹാലിലേക്ക് കടക്കുകയാണ്. ഒരു രക്ഷയുമില്ല. സഅദെന്ന പൊന്നുമോൻ, ഉമ്മ എന്ന് പറഞ്ഞാൽ ജീവന് തുല്യം സ്നേഹിച്ച ഉമ്മ അതാ മരണത്തോടടുക്കുകയാണ്. ഒരു രക്ഷയും കാണുന്നില്ല. കരഞ്ഞ് 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 സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ അവിടെ വീണ് ഒരുപാട് തവണ ഉമ്മയുടെ തലയും കാലും കൈയുമൊക്കെ പിടിച്ച് ചുംബിച്ച് പറഞ്ഞു, ഇല്ല ഇല്ല, നീ അതിൽ നിന്ന് മാറാതെ ഇനി ഞാൻ വെള്ളം കുടിക്കില്ല. ഇത് കേട്ട സഅദ് റളിയല്ലാഹു അൻഹു വീണ്ടും ഓടുകയാണ് മദീനയിലേക്ക്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും കരഞ്ഞു പോയൊരു നിമിഷമാണ്. സഅദ് തങ്ങളുടെ കരച്ചിൽ കണ്ടിട്ട്, നബിയേ, ഇനി എന്റെ ഉമ്മ ജീവിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അവസാനം ആ ഉമ്മ ഏത് രീതിയിലും പറഞ്ഞ് സമ്മതിക്കാതെ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇത്ര കരഞ്ഞിട്ടും ഫലം കാണാതെ ആ ഉമ്മ അങ്ങ് മരണപ്പെട്ടു പോകുന്നു. ഒരു മകൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണത് സഹിക്കുക? പക്ഷേ എന്നിട്ട് പോലും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളോട് റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? പറഞ്ഞു വരുന്ന അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ് മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബക്കാർ, അവരുമായിട്ടുള്ള ഇടപാടുകൾ, വിഷയങ്ങളിൽ അല്ലാഹ് ഗഫാറല്ല, അല്ലാഹ് ഗഫൂറല്ല. അതുകൊണ്ടാണ് എത്രയോ സ്ഥലങ്ങളിൽ, എത്ര ഹദീസുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അതാ കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കൂല. മൻ വസല വസലഹുല്ലാഹ്, ആര് അല്ലാഹ് കുടുംബബന്ധം ചേർത്തോ അല്ലാഹ് ചേർത്ത് പിടിക്കും. ഒരുപക്ഷെ അവന്റെ മറ്റു അമാലുകളിൽ മറ്റുള്ള പാകപ്പിഴവുകൾ കൂടി ഒരുപക്ഷെ ആ ഒരു കാരണത്താൽ അവനിക്ക് മാപ്പ് കിട്ടാൻ മാത്രമല്ല, കുടുംബബന്ധം പുലർത്തുന്നവന് ആയുസ്സിൽ ബറക്കത്തുണ്ടാകും. മുഹമ്മദ് റസൂലുള്ളാഹി. കുടുംബത്തിന് ഗുണം ചെയ്യുന്നവനിക്ക് അതാ അപകടങ്ങളും ആഫത്തുകളും വരാതെ അള്ളാഹു അവനിക്ക് ഹിഫ്ള് ചെയ്യും. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് അവനെ ചേർക്കുമെന്ന് പറഞ്ഞാൽ അവന്റെ മറ്റ് പാകപ്പിഴവുകളൊന്നും പരിഗണിക്കാതെ അവനെ സ്വർഗത്തിൽ അള്ളാഹു കടത്തുമെന്നാണ്. എന്നാൽ വമൻ ഖതഅഹുല്ലാഹ്, ആരെങ്കിലും രാഷ്ട്രീയം പറഞ്ഞ് മറ്റുള്ള ഭൗതികമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് കുടുംബബന്ധം മുറിച്ചാൽ അല്ലാഹ് അവനെ അങ്ങ് മുറിച്ചു കളയുമെന്നാണ്. അവനെത്ര വലിയ മൊയ്ലാരായിട്ട് കാര്യമില്ല, ഖാളിയായിട്ട് കാര്യമില്ല, കുടുംബബന്ധം മുറിച്ചവനാണോ സ്വർഗത്തിൽ കടക്കുക.